ശ്രീ മഹാദേവീ നമ. നമസ്കാരം. ദേവീ നാരായണീയം ദശകം 24. കഴിഞ്ഞ ദശകത്തിൽ വർണ്ണിച്ചു വന്നതായ മഹിഷാസുര ചരിത്രം തുടരുകയാണ് 24-ാം ദശകത്തിലും. മഹിഷാസുരനെ നിഗ്രഹിക്കുന്നതും ദേവന്മാർ ആ ദേവിയെ സ്തുതിക്കുന്നതുമായിട്ടുള്ള ആ ഒരു സന്ദർഭമാണ് ഇവിടെ പറയുക. ദേവിത്വയാ ബാഷ്കളദുർമുഖാദിദൈത്യേഷു വീരേഷു രണേഹദേഷു സദ്വാക്യതസ്ത്വാമനുനേതു കാമോ മോഹപ്രയത്നോ മഹിഷശ്ചുകോപ. മഹിഷാസുരന്റെ ദൂതന്മാരായി ദേവിയെ സമീപിച്ചവർ ഇവരാരൊക്കെയാണെന്ന് അവരുടെ പേരുകളൊന്നും ഇവിടെ പറയുകയാണ്. ബാഷ്കളൻ, ദുർമുഖൻ, താമ്രൻ, ചിക്ഷുരൻ, അസിലോമൻ, വിടാലൻ. ഇവരോരോരുത്തരും ചെന്ന് ആ ദേവിയോട് എന്താണ് മഹിഷാസുരൻ്റെ സന്ദേശം എന്നുള്ളത് പറയുകയാണ്. മഹിഷാസുരനെ വിവാഹം ചെയ്യൂ, ഇതിലും നല്ലൊരു അവസരം ഇനി വേറെ വന്നുകൊള്ളണമെന്നില്ല എന്നെല്ലാം പറഞ്ഞ് പ്രേരിപ്പിച്ചുവെങ്കിലും അവരോടൊക്കെ യുദ്ധം ചെയ്യുകയാണുണ്ടായത്. അവരുടെ സൈന്യങ്ങളെയൊക്കെ നശിപ്പിച്ചു. അങ്ങനെ വലിയ യുദ്ധത്തിൽ ബാഷ്കളാദി ദൈത്യന്മാരെല്ലാം കൊല്ലപ്പെടുകയും ഏറ്റവും ഒടുവിലാണ് മഹിഷാസുരനുമായിട്ടുള്ള യുദ്ധം. മഹിഷാസുരനും പല രീതിയിലും ആ ദേവിയെ പ്രലോഭിപ്പിക്കാൻ പരിശ്രമിച്ചു. അങ്ങനെയൊന്നും ആ ദേവി വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് കോപിക്കുകയും യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയും ചെയ്തത്. ത്വാം കാമരൂപ ഖുരപുച്ഛ ശൃംഗൈർ നാനാസ്ത്രശസ്ത്രൈശ്ച ഭൃശം പ്രഹർത്ത ഗർജൻ വിനിന്ദൻ പ്രഹസൻ ധരിത്രിം പ്രകമ്പയംശാസുരരാട്യോധ. ഈ അസുരൻ മഹിഷാസുരന് മാത്രമല്ല പല അസുരന്മാരെയും പുരാണങ്ങളിൽ വർണ്ണിക്കുമ്പോൾ ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ കഴിയുന്നവരാണ് അസുരന്മാർ. രൂപം മാറാൻ കഴിയുന്നവരാണ്. അങ്ങനെ യഥേഷ്ടം രൂപം മാറ്റാൻ കഴിയുന്ന കാമരൂപനാണ് അസുരൻ. മഹിഷമായി വന്നുകൊണ്ട് തൻ്റെ വാലും കൊമ്പും ഒക്കെ ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. മറ്റു ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ വന്ന് ആയുധങ്ങളെ പ്രയോഗിച്ചു. ഇത്തരത്തിൽ മഹിഷാസുരൻ്റെ ആ ഒരു അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം കൊണ്ട് ഭൂമി തന്നെ പ്രകമ്പനം കൊള്ളാൻ തുടങ്ങി. ഭൂകമ്പമുണ്ടാവുന്നു എന്നാണ് പറഞ്ഞത്. ജപാരുണാക്ഷി മധുപാനതുഷ്ടാത്വം ചാരിണാരേർ മഹിഷസ്യ കണ്ഠം ചിത്വാ ശിരോ ഭൂമിതലേ നിപാത്യ രണാങ്കണസ്ഥാ വിബുധൈസ്തുതാഭൂ. ആ യുദ്ധത്തിന്റെ മൂർധന്യത്തിലാണ് ദേവി ദ്രാക്ഷാരസം പാനം ചെയ്തുകൊണ്ട്, മധുപാനം ചെയ്തുകൊണ്ട് ഇവിടുത്തെ കണ്ണുകൾ ചുവന്നു തുടുക്കുകയും ചെമ്പരത്തിപ്പൂവ് പോലെ ആയിത്തീർന്നു. ചക്രായുധം കൊണ്ട് ആണ് മഹിഷാസുരന്റെ ശിരസ് മുറിച്ച് മാറ്റിയത്. അപ്പോൾ ദേവന്മാരെല്ലാം ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. മഹിഷാസുരമർദിനിയായി നിൽക്കുന്ന ദേവിയെ സ്തുതിക്കുന്നു. മാതസ്ത്വയാ നോ വിപദോ നിരസ്ത അശക്യമന്യൈ ഇദമദ്ഭുതാംഗീ ബ്രഹ്മാണ്ഡ സർഗസ്ഥിതി നാശകർത്രിം കസ്ത്വാം ജയേത് കേന കഥം കുതോ വാം. പ്രധാനമായിട്ടും ദേവന്മാരുടെ സ്തുതിയിൽ ദേവീപ്രഭാവം എന്ത് എന്നാണ് പറയുന്നത്.
മഹിഷാസുരൻ പരാജയപ്പെട്ടതോടുകൂടി, മഹിഷാസുരനെ നിഗ്രഹിച്ചതോടുകൂടി ദേവന്മാരുടെ ആപത്തെല്ലാം അവസാനിച്ചു. അവർക്ക് നഷ്ടപ്പെട്ടതായ സ്വർഗലോകം വീണ്ടും തിരിച്ചു കിട്ടാൻ പോകുന്നു. യജ്ഞഭാഗം, ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന ഹവിർഭാഗത്തിന് ഇനി മുതൽ ലഭിക്കും. എന്നാൽ ആ മഹിഷാസുരനെ നിഗ്രഹിക്കുക എന്നത് ദേവന്മാർക്ക് ആർക്കും തന്നെ സാധ്യമായിരുന്നില്ല. അത് ദേവിക്ക് മാത്രം സാധ്യമായ ഒന്നാണ്. ത്രിമൂർത്തികളെ കൂടി യുദ്ധത്തിൽ ജയിച്ച ആളാണ് മഹിഷാസുരൻ. എന്നാൽ ദേവിയെ ജയിക്കാൻ, ആ ദേവിയെ തോൽപ്പിക്കാൻ മഹിഷാസുരന് കഴിഞ്ഞില്ല. ദേവി അനേക കോടി ബ്രഹ്മാണ്ഡ നായികയാണ്. ഏതെങ്കിലും ഒരിടത്ത് വെച്ച്, ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ച് ഏതെങ്കിലും ഒരു ഉപായം കൊണ്ടൊന്നും അവിടുത്തെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന് കരുതുന്നത് തന്നെ മൂഢതയാണ്. അതുതന്നെയാണ് ദേവിയുടെ പ്രഭാവം. വിദ്യാസ്വരൂപാസി മഹേഷി യസ്മിൻ സവൈ പരേഷാം സുഖദ കവിശ ത്വം വർത്തസേ യത്ര സദാപ്യവിദ്യാസ്വരൂപിണീ സ ത്വധമ പശുസ്യാൽ. ആരാണോ ദേവിയെ ആശ്രയിക്കുന്നത്, ഭക്തിയോടുകൂടി ഭജനം ചെയ്യുന്നത്, അവരിൽ വിദ്യാസ്വരൂപത്തിൽ ആ ശക്തി പ്രവർത്തിക്കുന്നു. അങ്ങനെ വിദ്യാരൂപേണ വർത്തിക്കുന്നവരിൽ അവരുടെ ഒരു പ്രത്യേകത എന്താണ്? അവർക്ക് മറ്റുള്ളവർക്ക് കൂടി സുഖത്തെ നൽകുന്ന, അന്യർക്ക് കൂടി സുഖം നൽകാൻ ആ വിദ്യാസ്വരൂപിണിയുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നു. ജ്ഞാനിയായിത്തീരുന്നു. ദേവിയോട് വിമുഖത ഉള്ളവനാവട്ടെ അവരിൽ അവിദ്യാസ്വരൂപത്തിലാണ് ദേവി പ്രവർത്തിക്കുക. അങ്ങനെയുള്ളവർ ദ്രോഹബുദ്ധി ഉള്ളവരായിരിക്കും, അന്യർക്ക് ദ്രോഹം ചെയ്യുന്നവരായിരിക്കും. അവനവനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു മൂഢനായിത്തീരും. അപ്പോൾ ദേവി തന്നെയാണ് വിദ്യാസ്വരൂപിണിയും അവിദ്യാസ്വരൂപിണിയും. ദേവിയെ ഭജിക്കുന്നവരിൽ വിദ്യാസ്വരൂപിണി, വിമുഖന്മാരായിട്ടുള്ളവർ, ദേവീ വിമുഖന്മാരായിട്ടുള്ളവരിൽ അവിദ്യാസ്വരൂപിണി. ഇവിടെ മഹിഷാസുരൻ ദേവീ വിമുഖനായിരുന്നു എന്നും അതുകൊണ്ടാണ് ആ അസുരനിൽ അവിദ്യാസ്വരൂപത്തിൽ പ്രകടമായത്. അങ്ങനെ അസുരൻ നിന്ദ്യകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് അവന്റെ നാശത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചു. കിട്ടിയ ജന്മത്തെ നാം സഫലമാക്കണം, വേണ്ടതുപോലെ ഉപയോഗിക്കണം എന്ന് പറയുകയാണ്. കൃപാകടാക്ഷ തവ ദേവി യസ്മിൻ പതന്തി തസ്യാത്മജവിത്തദാര യച്ഛന്തി സൗഖ്യം ന പതന്തി യസ്മിൻ തയേവ ദുഃഖം ദദതേസ്യ നൂനം. ദേവീഭജനം ചെയ്യണം. ആരാണോ ദേവീഭജനം ചെയ്യുന്നത് അവർക്ക് ആ ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കുന്നു. ധനധാന്യ സമൃദ്ധി ഉണ്ടാവുന്നു. ഭാര്യാപുത്രാദി സമ്പത്തുകളെ, ഐശ്വര്യങ്ങളെ ലഭിക്കുന്നു. എല്ലാം തന്നെ അങ്ങനെയുള്ളൊരു ഭക്തന് അനുകൂലമായി തീരുന്നു. എന്നാൽ വിമുഖന്മാരായിട്ടുള്ളവർ, ഈശ്വര വിമുഖന്മാരായിട്ട് ഈശ്വരഭജനം ചെയ്യാൻ താല്പര്യമില്ലാത്തവർ, അവർക്ക് ആ കൃപാകടാക്ഷം ലഭിക്കുന്നില്ല. പലപ്പോഴും അവർക്ക് വേണ്ടത്ര സുഖം ലഭിച്ചുകൊള്ളണമെന്നില്ല. പലതരത്തിലുള്ള ക്ലേശങ്ങൾ, ഭാര്യാപുത്രാദികൾ, ദുസ്വഭാവികളായിട്ടുള്ള പുത്രന്മാർ, അസത്തായിട്ടുള്ള ഭാര്യ,
പ്രതികൂല ആയിട്ടുള്ള പത്നി, സമ്പത്ത് നഷ്ടമാവുക, ഇങ്ങനെയുള്ള വിപരീത അനുഭവങ്ങളെ വന്നുകൊണ്ടിരിക്കും. ഇനി പറയാണ്, സുഖത്തിന് കാരണമായിട്ടുള്ളത് പുത്രപൗത്രാദികളല്ല, ആ ദേവിയുടെ കൃപാകടാക്ഷമാണ്. അത് നേടാനായിട്ടുള്ള അർഹത ഉണ്ടാവണം. അതിന് നിരന്തരമായിട്ട് ദേവീഭജനം ചെയ്യണം. നാം ചെയ്യുന്ന ആ ഉപാസന അതൊരിക്കലും നഷ്ടമാവില്ല. തീർച്ചയായിട്ടും ആ ജഗദംബികയുടെ കൃപാകടാക്ഷം, ആ ദേവിയുടെ വാത്സല്യം, അത് ഏവർക്കും സുഖപ്രദമായിട്ടുള്ളതാണ്. പശ്യാമ നിത്യം തവ രൂപമേതത് കഥാശ്ച നാമാനുജ കീർത്തയാമ നമാമ മൂർധ്നാ പദപങ്കജേ തേ സ്മരാമ കാരുണ്യമഹാപ്രവാഹം. ഭക്തിപൂർവം നിർവ്യാജമായിട്ടാണ് ദേവീഭജനം ചെയ്യുന്നത് ഇവിടെ ദേവന്മാർ. എപ്പോഴും ആ ദേവീരൂപം മഹിഷാസുരമർദ്ദിനിയായി അവരുടെ മുന്നിൽ ഇപ്പോൾ വിളങ്ങുന്നതായ രൂപം എന്നും കാണാൻ കഴിയണം. ദേവിയുടെ കഥകൾ, കീർത്തനങ്ങൾ അത് പാടാൻ കഴിയണം. ശിരസ്സുകൊണ്ട് നമസ്കരിക്കാൻ കഴിയണം. അവിടുത്തെ കാരുണ്യ മഹാപ്രവാഹത്തിനെ ഓർക്കാൻ കഴിയണം. ഇവണ്ണം ഇന്ദ്രിയ സമൂഹം എൻ്റെ ഇന്ദ്രിയങ്ങളെ ഈശ്വരമയമാക്കി, അല്ലെങ്കിൽ ഈശ്വരാർപ്പണം ചെയ്തുകൊണ്ട്, ഭഗവതർപ്പണം ചെയ്തുകൊണ്ട്, കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും പറയുന്നതും എല്ലാ തരത്തിലും ഇന്ദ്രിയങ്ങളെ കൊണ്ട് നാം നടക്കുമ്പോൾ അത് പ്രദക്ഷിണാവണം. ഈശ്വരന് വേണ്ടി, ആ ദേവിക്ക് വേണ്ടി കൈകളെ കൊണ്ട് പൂജ ചെയ്യാൻ പറ്റുക. എല്ലാവരിലും ആ ദേവീ അംശമുണ്ട് എന്നതിനാൽ നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനവും അതും പൂജ തന്നെയാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു നമ്മളെ. എല്ലാ അവയവങ്ങളും ദേവി ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളായി തീരണം എന്നാണ് ഇവിടെ ദേവന്മാർ ആ സ്തുതിയിൽ കൂടിയിട്ട് വ്യക്തമാക്കുന്നത്. അങ്ങനെ അവരുടെ സ്തുതി തുടരുകയാണ്. ത്വമേവ മാതാസി ദിവൗകസാംനോ നാന്യാ ദ്വിതീയ ഹിതദാനദക്ഷ അന്യേ സുതാവ തവ സന്തിനോ വാ രക്ഷിത നസ്തുതൃതേ മഹേഷി. ദേവന്മാരുടെ സ്തുതി, രക്ഷാസുരമർദ്ദിനി സ്തുതി തുടരുകയാണ്. എല്ലാവരുടെയും ഹിതത്തെ അറിഞ്ഞ് അവർക്കെല്ലാം അനുഗ്രഹത്തെ പ്രദാനം ചെയ്യേണ്ട ആളാണ് ദേവി. സകല ജീവജാലങ്ങൾക്കും മാതൃഭാവേന വർത്തിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. അപ്പോൾ ദേവന്മാർക്ക് വേണ്ടി മാത്രം, ദേവന്മാരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, എല്ലാവരുടെയും ഹിതത്തെ നോക്കേണ്ടതല്ലേ. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ അധിപതിയാണ് എന്ന നിലയ്ക്ക് ദേവീകാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എവിടെയൊക്കെയോ ഉണ്ടാവാം. അമ്മയ്ക്ക് അനേകം പുത്രന്മാരുണ്ട്. എന്നാൽ ദേവന്മാർക്ക് വേറെ ഒരു രക്ഷിതാവില്ല. ഹിതം നൽകുവാൻ അല്ലയോ ജഗദംബികയെ അവിടുന്ന് മാത്രമേ ഉള്ളൂ. ക്വത്വം വയം ക്വേ ഇതി വിചിന്യ സർവം ക്ഷമസ്വനോ ദേവ്യപരാധജാലം. യഥാ യഥാ നോ വിപദോ ഭവന്തി
തഥാ തഥാ പാലയ പാലയാസ്മാൻ. അസുരന്മാരെ പരാജയപ്പെടുത്താൻ വേണ്ടി ദേവന്മാർ പലപ്പോഴും വ്യാജം പ്രവർത്തിച്ചിട്ടുണ്ട്. അസുരഗുരുവായ ശുക്രൻ തപസ് ചെയ്യാൻ പോയ സമയത്ത് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ശുക്രന്റെ വേഷം കെട്ടിയിട്ട് അസുരന്മാരുടെ അടുത്ത് പോവുകയും അങ്ങനെ ആൾമാറാട്ടം നടത്തി അസുരന്മാരുടെ അടുത്ത് ശുക്രവേഷത്തിലെത്തിയിട്ട് അവർക്ക് തെറ്റായ രീതിയിൽ ഉപദേശം നൽകി. അങ്ങനെ അവർക്ക് തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിക്കേണ്ടി വരുന്നു, അധർമ്മം ചെയ്യേണ്ടി വരുന്നു. അത് ദേവീഭാഗവതത്തിൽ തന്നെ 4-ാം സ്കന്ധത്തിൽ പറയുന്ന കഥയാണ്. മറ്റൊരു സന്ദർഭത്തിൽ പറയുന്ന കഥ സൗഹൃദം സ്ഥാപിച്ച് തൻ്റെ സുഹൃത്താണ് എന്ന് ഭാവിച്ചുകൊണ്ട് ദേവേന്ദ്രൻ വൃത്രാസുരനോട്, എന്നാൽ ആ സുഹൃത്തായി അഭിനയിക്കുകയും പിന്നീട് വൃത്രാസുരനെ നിഗ്രഹിക്കുന്നതുമായ ആ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. ഇത്തരം പാപകർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ ഇവിടെ ദേവന്മാർക്ക് അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ബോധമുണ്ട്, തിരിച്ചറിവുണ്ട്, അതവർ ഏറ്റുപറയുന്നുമുണ്ട്. കുട്ടികൾ തെറ്റ് ചെയ്താൽ അമ്മ അതിനെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ അപരാധങ്ങളെല്ലാം ക്ഷമിച്ച് ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇരിസ്തുവത്സു ത്രിദശേഷു സദ്യ കൃപാശു നേത്രൈവ തിരോദധാഥ തതോ ജഗദ്ദേവി വിഭൂതിപൂർണം ബഭൂവ ധർമ്മിഷ്ഠസമസ്തജീവം. ഇപ്രകാരം ദേവന്മാർ സ്തുതിക്കുകയും ആ സ്തുതിയെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ദേവി അന്തർധാനം ചെയ്തത്. ഈ മഹിഷാസുരനെ നിഗ്രഹിച്ച ശേഷം ഭൂമിയെ ഭരിക്കുവാൻ ആരംഭിച്ചത് സൂര്യവംശത്തിലെ തന്നെ ഒരു രാജാവ്, ശത്രുഘ്നൻ എന്ന പേരിലുള്ള രാജാവാണ് ഭൂമി ഭരിച്ചത്. സ്വധർമ്മത്തിന് യാതൊരു ലോപവും വരാത്ത രീതിയിൽ ധർമ്മനിഷ്ഠയോട് കൂടിയിട്ടാണ് രാജ്യം ഭരിച്ചത്. ജനങ്ങളും അതേപോലെ തന്നെ, പ്രജകളെല്ലാവരും തന്നെ സ്വധർമാനുഷ്ഠാനത്തിൽ താല്പര്യമുള്ളവരായിരുന്നു, ദേവീഭജനം ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് അധികം ക്ലേശങ്ങളൊന്നും ബാധിച്ചിരുന്നില്ല, അകാല മരണം ഉണ്ടായിട്ടില്ല. മനുഷ്യരൊക്കെ യജ്ഞാദികളെ കൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നു. ഗൃഹങ്ങളിലെല്ലാം പതിവ്രതകളായിട്ടുള്ള സ്ത്രീകൾ ആ പതിവ്രതാധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് അവരുടെ ആ ധർമാനുഷ്ഠാനം ഓരോ ഗൃഹത്തിനും ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു. അങ്ങനെ സമൂഹം ഒട്ടാകെ എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി പരസ്പരമുള്ള ഐക്യം, സഹജീവികളോടുള്ള കാരുണ്യം, അങ്ങനെ സമ്പൽ സമൃദ്ധമായിരുന്നു എല്ലായിടത്തും എന്ന് പറയുകയാണ്. മനുഷ്യർ ചെയ്യുന്ന യജ്ഞാദികൾ സ്വീകരിച്ച ദേവന്മാർ ഭൂമിയിൽ വേണ്ട സമയത്ത് മഴ പെയ്യിപ്പിച്ചു. മഴ അതെല്ലാം തന്നെ പ്രകൃതിയിൽ നമുക്ക് കിട്ടുന്ന വിഭവങ്ങളുണ്ട്. ജലം, സൂര്യപ്രകാശം, ഇതൊക്കെ പ്രകൃതി തരുന്നതാണ്. അത് ആവശ്യമുള്ളപ്പോൾ അത് വേണ്ടത്ര ലഭിക്കുക, അത് ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ്, പ്രകൃതിയുടെ അനുഗ്രഹമാണ്. അപ്പോൾ പ്രകൃതി സ്വരൂപിണിയായിട്ടുള്ള ആ ജഗദംബികയുടെ അനുഗ്രഹം, ആരാണോ ദേവീഭജനം ചെയ്യുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഐശ്വര്യമുണ്ടാവും. മുൻപ്
മധുകേടഭന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി മഹാവിഷ്ണുവിന് ശക്തിയെ പ്രദാനം ചെയ്യുന്നതായ ദേവി മഹാകാളിയായി തമോ ഗുണപ്രധാനമായിട്ടുള്ള ഒരു അവതാരത്തെ സ്വീകരിച്ചു എന്ന് മുൻപ് പറഞ്ഞു. ഇവിടെ ദേവീഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധത്തിൽ പറയുന്ന 2 കഥകളും അതിനു മുൻപ് ആദ്യ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുള്ള കഥയും, ഇത് 3ഉം മാർക്കണ്ഡേയ പുരാണ അന്തർഗതമായ ദേവീ മാഹാത്മ്യ കഥയെ തന്നെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ മഹിഷാസുര നിഗ്രഹത്തിനായി ദേവി മഹാലക്ഷ്മിയായി അവതരിച്ചു. അത് സത്വഗുണപ്രധാനയായിട്ടുള്ള അവതാരത്തെയാണ് എന്ന് സൂചിപ്പിച്ചു. ദേവീഭാഗവതം 5ാം സ്കന്ധത്തിലെ ആ മഹിഷാസുരന്റെ ചരിത്രം, മഹിഷാസുരമർദ്ദിനിയുടെ കഥ, അതാണ് ഈ ഒരു ദശകത്തിൽ ചുരുക്കി വർണ്ണിച്ചത്. ത്വാം സംസ്മരേയം ന ച വാ സ്മരേയം വിപൽസു മാ വിസ്മരമാ വിബൂഢം രുതൻ ബിഡാലാർഭഗവന്ന കിഞ്ചിത് ശക്നോമി കർത്തും ശുഭദേ നമസ്തേ. ആപൽഘട്ടങ്ങളിൽ പോലും വലിയ ആപത്തുകൾ വന്നു ചേരുമ്പോഴും ദേവീസ്മരണ ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? ദേവിയുടെ അനുഗ്രഹമുള്ളവർക്കേ സാധിക്കൂ. ഇവിടെ സ്തോത്രകാരൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ദേവിയെ സ്മരിച്ചാലും ഇല്ലെങ്കിലും ലയോ ജഗദംബികയെ അവിടുന്ന് എന്നെ സ്മരിക്കണം, ഇതാണ് എൻ്റെ അപേക്ഷ. രുതൻ ബിഡാലാർ ഭഗവന്നവി കിഞ്ചിൽ. ബിഡാലാർ ഭഗവൽ, പൂച്ചക്കുട്ടിയെ പോലെ. പൂച്ചക്കുട്ടിക്ക് കരയാൻ മാത്രമേ കഴിയൂ, അതുപോലെ തനിക്കും കരയാൻ മാത്രമേ കഴിയൂ. ഇപ്പൊ ഭക്തൻ പലപ്പോഴും പ്രാരബ്ധവശാൽ പല പ്രയാസങ്ങളെ കൊണ്ട് ദേവീഭജനം ചെയ്യാൻ മറന്നു എന്ന് വരാം. പക്ഷെ ഒരിക്കലും ആ അമ്മ, ആ ജഗദംബിക ഭക്തനെ ഉപേക്ഷിക്കില്ല, മറക്കില്ല. മകൻ അമ്മയെ മറന്നാലും അമ്മ മകനെ മറക്കില്ല. അപ്പോൾ ദേവിയുടെ ഈ ഒരു ഭക്തവാത്സല്യം ആണ്, അതുകൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ പ്രാർത്ഥിച്ചത്. അങ്ങനെ 24-ാം ദശകത്തെ സമർപ്പിക്കുന്നു. ശ്രീ മഹാദേവീ നമഃ.